ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പക്ക എന്റർടൈനിങ് ആയിട്ട് പാകിസ്ഥാന്റെ സ്ക്രിപ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എന്തും പ്രേക്ഷകനെ ഓർത്തിരിക്കാൻ പറ്റുന്ന നർമ്മങ്ങളുള്ള ഒരു ചിത്രമായിരിക്കും. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഫിലിം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. യു ഗൈസ് കെയിം ഹിയർ ആൻഡ് നമ്മുടെ ഫിലിംക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണത്. ഓണസ്റ്റ്ലി ഇതെൻ്റെ ഫസ്റ്റ് കോമഡി പടമാണ്. ഇതുവരെ ഞാൻ മലയാളത്തിൽ കോമഡി പടം അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് ഈസ് എ വെരി നിങ്ങൾ ഓൾറെഡി ട്രെയിലർ കണ്ടായിരുന്നു. ഒരുപാട് എങ്ങനെ പറയാം സിറ്റുവേഷണൽ കോമഡിയാണ് ആൻഡ് സ്ലാപ്സ്റ്റിക് കോമഡി ഓൾസോ ഉണ്ട് ഇതിൽ. ആൻഡ് ഓഫ് കോഴ്സ് റാഫി സർ ഇരുന്നിട്ട് സ്ക്രിപ്റ്റാണ്. സോ ഡെഫിനറ്റ്ലി കോമഡി ഈസ് ദെയർ. ഇറ്റ്സ് എ വെരി നോസ്റ്റാൾജിക് കോമഡി അലോങ് with the new age comedy also. So ഒരു മിക്സ് ആണ്. എൻ്റെ എക്സ്പീരിയൻസ് നല്ലായിരുന്നു. ആഫ്റ്റർ ഓൾ എൻ്റെ ഫസ്റ്റ് പടമാണ് വിത്ത് ഷൈൻ ചേട്ട. ഷൈൻ ചേട്ട ആസ് യു ഓൾ നോ ഈസ് വെരി എൻ്റർടൈനിങ് ഇൻ റിയൽ ലൈഫ് ഓൾസോ. സോ ഇറ്റ് വാസ് എ ഫൺ റൈഡ്. പിന്നെ സ്ക്രിപ്റ്റ് ഇങ്ങനെ ആയിരുന്നു ദാറ്റ് ദ സ്റ്റോറി ഇറ്റ് സെൽഫ് നമ്മൾ ഷൂട്ടിൻ്റെ സമയത്ത് ഒരുപാട് ചിരി ഉണ്ടായിരുന്നു. സിറ്റുവേഷണൽ ഫണി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ എക്സ്പീരിയൻസ് വളരെ നല്ലായിരുന്നു. ഐ ഓൺലി ഹോപ്പ് ദാറ്റ് എല്ലാവർക്കും ഈ പടം ഇഷ്ടവും. ആൻഡ് ഇറ്റ്സ് എ നോ ബ്രെയിനർ ഫാമിലി എൻ്റർടൈനർ പടം. സോ എല്ലാ ഏജ് ഗ്രൂപ്പ്സ്ക്ക് എങ്ങനെ പറയാം റിലേറ്റ് ആവും, മനസ്സിലാവും. സോ ഐ എം ക്രോസിങ് മൈ ഫിംഗേഴ്സ് ദാറ്റ് ഈവൻ യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്. യാ. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിലെ എക്സ്പീരിയൻസ്? ഇപ്പോൾ വിശേഷം നല്ല രീതിയിൽ നല്ല റിപ്പോർട്ടുകളുണ്ട്, പക്ഷേ തിയേറ്ററിൽ പലപ്പോഴും ആളുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെയാണ്? ഇതൊരു ചെറിയ പടമാണ്, ആളുകൾക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. പ്രതീക്ഷകൾ എത്രത്തോളമാണ്? വിശേഷം എന്ന് പറയുന്ന മൂവി ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ്. അതിന് ആ കോണ്ടന്റുമായിട്ട് ഒരുപാട് പ്രസക്തിയുള്ളൊരു സിനിമയാണ്. വെൻ വി കം ടു താനാര ഈ പറഞ്ഞ പോലെ ഒരു നോ ബ്രെയിനർ എന്റർടൈനർ ആണ്, കോമഡി മൂവിയാണ്. അത് ട്രെയിലറും അതിൻ്റെ സോങ്സും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ലൈക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള മൂവീസ് വരുന്നതിനോടൊപ്പം അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു 2 മണിക്കൂറിനപ്പുറം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിരുന്ന് ഒന്നും ചിന്തിക്കാതെ ബ്രെയിനൊക്കെ ഊരി വെച്ച് ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് താനാര. അപ്പം താനാര എന്ന് പ്രതീക്ഷിക്കേണ്ടത് അതാണ്, ബ്രെയിൻ ഊരി വെച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന, ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. അപ്പം അതിനകത്ത് ഈ പറയുന്ന പോലെ ഷൈൻ ചേട്ടനും വിഷ്ണു കൃഷ്ണൻ ചേട്ടനും അജ് ചേട്ടനും അപ്പം നമ്മൾ രണ്ടുപേരും സ്നേഹയും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഈ 3 വൻമതിലുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഓൺ ദി സ്പോട്ട് ഒരുപാട് ഇംപ്രവൈസേഷൻസ് ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന്. അപ്പം നമ്മൾ വിചാരിക്കാത്ത സമയങ്ങളിലൊക്കെ ചിരി വരികയും അങ്ങനെയൊക്കെ എന്താ പറയുക, ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചിരിച്ചും എൻജോയ് ചെയ്തും ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് താനാര. ഹോപ്പ്ഫുള്ളി അത് തിയേറ്ററിൽ വരുമ്പം അങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നവർക്കും. അപ്പോൾ അതൊരു വളരെ ഫേമസ് ആയ ഒരു ഡയലോഗ് ആയിരുന്നു, താൻ ആരാണെന്ന് തനിക്കറിയാം, തന്നോട് പറയാം, ആ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, ആ സോങ്ങിലും അത് തന്നെ ക്യാച്ചിങ് ആയിട്ട് തോന്നി എനിക്കത്. അപ്പം ശരിക്കും പറയാം ഈ ഒരു കോംബോ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സെറ്റിൽ ഇതുപോലെ തന്നെ അടിപൊളിയായിരുന്നു അവരൊക്കെ? അതെ, അടിപൊളിയായിരുന്നു. വളരെ മോശമായിട്ടൊന്നും എന്തായാലും പറയില്ലല്ലോ. പക്ഷെ നോ, ജെന്യുവൻലി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഷൈൻ ചേട്ടൻ ലൈക്ക് റബ്ബർ വന്നതുപോലെ ഓടി നടക്കും, വിഷ്ണു ചേട്ടൻ. പക്ഷെ അവരെല്ലാവരും ഭയങ്കര വാമായിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഇപ്പം നമ്മുടെ ഡിറക്ഷൻ ടീമാണെങ്കിലും പ്രൊഡക്ഷനാണെങ്കിലും എല്ലാവരും എക്സ്ട്രീംലി വാം ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് അസ്. നമ്മളെല്ലാവരും 20-25 ദിവസം ഒരു വീട്ടിൽ ആണ് കൂടുതലും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഈച്ച് അതർ. സോ യാ, ഭയങ്കര രസമായിരുന്നു എല്ലാവരും. വിശേഷത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു കുറച്ച് മുമ്പ്. അത് വിശേഷം നല്ല റിപ്പോർട്ടുകളാണ്, കാണുന്നവരിലെ നല്ല റിപ്പോർട്ട്സ് ആണ് പറയുന്നത്. പക്ഷേ തിയേറ്ററുകളിൽ ആളുകൾ കുറവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്, അല്ല ആളുകൾ ഇഷ്ടപ്പെടാത്തതാണ്, എന്തുകൊണ്ടാണ് അതിങ്ങനെ റീച്ച് ആവാത്തെന്ന് കരുതുന്നത്? വിശേഷം എന്ന് പറയുന്ന സിനിമ ആക്ച്വലി വലിയ താരനിരകളില്ല അതിന്. ഞാനും ആനന്ദ് മധുസൂദനമാണ് അതിൻ്റെ ഫേസ്, സൂരജ് ടോമാണ് അതിൻ്റെ സംവിധായകൻ. നല്ല സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന് ഇനിഷ്യൽ പുള്ളി ഇല്ലാത്തൊരു സിനിമയാണ്. ആ സിനിമ വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം വളരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൂവിയുടെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും. വരുന്ന ഡേയ്സിലും വീക്കിലും അത് എന്തായാലും ഗ്രോത്ത് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പം ദ അമൗണ്ട് ഓഫ് മീഡിയ ഹിയർ
നമ്മുടെ വിശേഷത്തിന് ഒരു പക്ഷേ ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. താനാരയിൽ ഈ പറയുന്ന എല്ലാ പരിചിതരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള വിസിബിലിറ്റി ഈസ് മച്ച് ഹയർ. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് മൂവി ആൻഡ് വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം വളരുന്ന ഒരു സിനിമയാണത്. ദീപ്തി, മലയാളത്തിൽ സിനിമകൾ വളരെ കുറച്ചാണ്. കഥകൾ വരാത്തതാണോ, സെലക്റ്റീവ് ആവുന്നതുകൊണ്ടാണോ? രണ്ടിനുമില്ല. സോ ദ തിങ് ഈസ്, ഫസ്റ്റ് നിങ്ങൾ എല്ലാവർക്കും അറിയാം എൻ്റെ ഫസ്റ്റ് മൂവി നീന ആയിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും തോന്നി ഞാൻ അങ്ങനെ തന്നെ റോൾസ് സൂട്ട് ആവുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു ആ സമയത്ത്, ജസ്റ്റ് സോ ദാറ്റ് ഐ ഗെറ്റ് ഡിഫറെൻറ്റ് റോൾസ്. ബിക്കോസ് ആസ് ആൻ ആക്ടർ, ഈവൻ ചാന്ദി വിൽ അഗ്രി, നമുക്ക് എല്ലാ മൂവീസിലും നമുക്ക് കുറച്ച് വെറൈറ്റി വേണം ആസ് എൻ ആക്ടർ, സോ ദാറ്റ് ഈവൻ ദി ഓഡിയൻസസ് ക്യാൻ സീ ഈ ആക്ടർ അങ്ങനെ ഓൾസോ ഷീ കെൻ ഡു ദിസ് വേ, ഓൾസോ ഷീ കെൻ ഡു. ആ സമയത്ത് ഓണസ്റ്റ്ലി എനിക്ക് ഒരുപാട് ടോം ബോയിഷ് റോൾസ്, ടഫ് റോൾസ് വരായിരുന്നു. ആൻഡ് എൻ്റെ മനസ്സിൽ ഇതൊരു തോട്ട് ഉണ്ടായിരുന്നു ദാറ്റ് ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. എക്സാക്ട്ലി നീന ചെയ്യാനില്ല, ബിക്കോസ് ഐ വോണ്ട് പീപ്പിൾ ടു സീ ഓൾസോ ദാറ്റ് ആസ് എൻ ആക്ടർ ഐ ക്യാൻ ഡു മച്ച് മോർ ദൻ ദാറ്റ്. ആക്ച്വലി എൻ്റെ ആഗ്രഹമുണ്ട്, ഓണസ്റ്റ്ലി പറഞ്ഞാൽ എനിക്കൊരു നാടൻ റോൾ ചെയ്യണം, ഒരുപാട് ആഗ്രഹമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ എനിക്ക് അത് കിട്ടിയിട്ടില്ല, പക്ഷേ ഹോപ്പ്ഫുള്ളി കിട്ടും. ഇപ്പോൾ എൻ്റെ മലയാളം ഓൾസോ ബെറ്റർ ആണ്. സ്റ്റാർട്ടിങ്ങിൽ ഇത്ര മലയാളം എനിക്ക് സംസാരിക്കും പോലും പറ്റില്ല. സോ ഹോപ്പ്ഫുള്ളി ഐ പ്രേ ആൻഡ് ഹോപ്പ് ഓൾവേസ് ദാറ്റ് എനിക്ക് ഡിഫറെൻറ്റ് റോൾസ് കിട്ടും. പക്ഷേ നോട്ട് സെലക്റ്റീവ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്കിൽ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഓഡിയൻസസ് ആർ വെരി സ്മാർട്ട്. ഏതെങ്കിലും സ്ക്രിപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ദേ വിൽ നോട്ട് കൺസിഡർ യു ആസ് എ ഗുഡ് ആക്ടർ. സോ എൻ്റെ ഓണസ്റ്റ്ലി മൈ ഒപ്പീനിയനിൽ ഏത് ബെറ്ററാണ് അത് ഞാൻ ചൂസ് ചെയ്യും. പക്ഷേ അതിൻ്റെ ശേഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ ക്യാൻ ജസ്റ്റ് ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് ദ ഓഡിയൻസസ് ലൈക്ക് ഇറ്റ്. My team does a good job, because at the end of it, a movie is not a one-man job. എല്ലാവരുടെ ഹാർഡ് വർക്ക് ആണ്, എല്ലാവരുടെ എഫേർട്ടാണ്. സോ എക്സാക്ട്ലി വിത്ത് താനാര ഇപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ്, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു. ബട്ട് സി, ഇറ്റ്സ് ബെറ്റർ ടു ബി ലേറ്റ് than never, and it's better to be good than bad. So wow. So അതുകൊണ്ട് ചിലപ്പം അങ്ങനെ ആയിരിക്കും. ബട്ട് I'm a very impulsive person, so I decide from my heart. So അതുകൊണ്ട് അങ്ങനെയാണ്. താങ്ക് യു. പ്രൊഡ്യൂസറുടെ അടുത്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്തത്? എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം. ആദ്യം തന്നെ നന്ദിയും കൂടെ പറയുകയാണ്. കാരണം ഇതുപോലെ ഒരു ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ എല്ലാ പ്രസ്കാരും ഒന്നിച്ച് ദൃശ്യമാധ്യമക്കാരെല്ലാവരും ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു ഈ സെക്കൻഡ് സോങ് റിലീസിങ്ങിന് ഒത്തുചേർന്നതിൽ ഒത്തിരി സന്തോഷം, നന്ദി. കാരണം നമുക്കറിയിപ്പം ചോദിച്ചതുപോലെ സിനിമ എന്നതൊരു വ്യവസായം തന്നെയാണ്. അതിനെ പല രീതിയിൽ ആൾക്കാർ നോക്കിക്കാണുന്നുണ്ടെങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ പ്യൂർലി ഇറ്റ്സ് എ ബിസിനസ് ഫോർ മീ. അതുകൊണ്ട് തന്നെയാണ് റാഫി എന്ന സിനിമയുടെ ഒരു വളർച്ചയ്ക്ക് ഒരു പരിധിവരെ, അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുന്ന കാര്യത്തിന് റാഫി സാറിൻ്റെ കഥയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ഈ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റിലൂടെ സിനിമ ചെയ്യുമ്പോൾ മുൻപോട്ട് വരണം എന്നുള്ളൊരു താല്പര്യമുണ്ടായത്. അതുപോലെ തന്നെ വെറ്റേറിനായിട്ടുള്ള ഒരു ഡയറക്ടർ, ഇന്ദ്രപ്രസ്ഥം, കണ്ണൂർ, ഊട്ടിപ്പട്ടണം, ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി എന്ന് തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച ഒരു ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റും കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ വരുമെന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് താനാര എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യാമെന്ന് മനസ്സ് വിചാരിച്ചത്. തന്നെയല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കാണുകയാണെങ്കിൽ റാഫി സാറിൻ്റെ വളരെ നാളുകൾക്ക് ശേഷം നമ്മൾ പല സിനിമകൾ വന്നെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പാറ്റേണിലുള്ള സിനിമ നമുക്ക് കിട്ടിയിട്ടില്ല എന്നത് സത്യമാണ്. ഈ ഒരു സിനിമ അതിനൊരു തിരിച്ചെഴുത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ ഹരിദാസേട്ടൻ്റെ തിരിച്ചുവരവ് എന്ന് കൂടി വേണമെങ്കിൽ പറയാം. കാരണം വളരെ നീണ്ട കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിന് ചില കാർഡിയക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു എൻട്രി കൂടിയാണ് ഈ സിനിമയിലൂടെ. അദ്ദേഹം ഇതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഋഷി ഹരിദാസ്. അദ്ദേഹമായിരുന്നു അവസാന നാളുകളിൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ ഇത് വർക്ക് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വീടിനുള്ളിൽ വെച്ച് നടന്നൊരു കഥയാണ്, ഒറ്റ രാത്രിയിൽ നടക്കുന്ന ഒരു കഥയാണ്. ആ ഒരു ചെറിയ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ
പ്രയാസമേറിയ സംഭവമാണ്. പക്ഷെ അത് ഏറ്റവും നല്ല രീതിയിൽ വളരെ കുറച്ച് ക്രൂസിനെ വെച്ചുകൊണ്ട്, അതുപോലെ അതായത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം, ചാന്ദിനി, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ദീപ്തി സതി, അജു വർഗീസ്, ഇത്രയും ആൾക്കാർ ആണ് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ. പക്ഷെ ആ 5 പേരുടെയും കോംബോയിൽ വർക്കൗട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും, നിങ്ങളെ ചിരിപ്പിച്ചേ വിടൂ എന്നുള്ള, ഇനി എത്ര മല്ല് പിടിച്ച ആളാണെങ്കിലും ആ സിനിമ കണ്ട് ചിരിച്ചു പോകും എന്നുള്ള യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇത് ചെയ്യാം എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ഈ സിനിമ ചെയ്യാൻ വേണ്ടി തന്നെ. അത് തന്നെയല്ല, ഇതിൻ്റെ അകത്ത് നല്ല സോങ്ങുകൾ, ഇനി ഇത് 2ാമത്തെ സോങ് റിലീസാണ് ഇന്നിവിടെ ചെയ്യുന്നത്. മഞ്ജു ചേച്ചിയാണ് നമുക്ക് വേണ്ടി ആ സോങ് ഇന്ന് റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം 3ാമതൊരു സോങ് കൂടിയുണ്ട്, അതും വരും ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ ചോദിക്കുന്നുണ്ടായി സിനിമ എന്തുകൊണ്ട് വിശേഷം എന്ന സിനിമയ്ക്ക് ആളുകൾ കരുതില്ല എന്നുള്ളത്. ഒരു പരിധി വരെ ചില കോണിൽ നിന്ന് അതിനെ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് കൊണ്ടാകാം ചിലപ്പം ചില സിനിമകൾക്ക് ആൾക്കാരെത്താത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിലപ്പം മെഗാസ്റ്റാറുകളുടെ മാത്രം സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം മറ്റ് ചെറിയ സിനിമകൾക്ക് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം പല മികച്ച സിനിമകൾ വരുന്നുണ്ടെങ്കിൽ പോലും അത് പ്രേക്ഷകരിൽ എത്തിക്കേണ്ടത് ഒരു പരിധി വരെ നമ്മുടെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഗാ ഹിറ്റായി മാറി വീണ്ടും വീണ്ടും സിനിമ ചെയ്യാനുള്ള അവസരം എനിക്കും ഇതുപോലെ പുതിയ സിനിമകൾ അഭിനയിക്കാൻ ഇവർക്കും അവസരം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ പറഞ്ഞ പോലെ അത് പ്രൊഡ്യൂസറോട് തന്നെയാണ്. സിനിമ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ വർക്കാണ്. അപ്പം അവരുടെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു പരിശ്രമത്തിന്റെ അല്ല. അപ്പം നിങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യാൻ ഇവർ രണ്ടുപേരും ഒന്നും ബാക്കി താരങ്ങൾ എന്തുകൊണ്ട് വന്നില്ല? അല്ല, ഇത് അതുകൊണ്ട് ഞാൻ പറയുന്നത് സെക്കൻഡ് സോങ്ങിന്റെ റിലീസിങ് മാത്രമാണ്, ഇതൊരു പ്രസ് മീറ്റ് അല്ല. തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്ന ആഴ്ചകളിൽ ഒരു പ്രസ് മീറ്റ്, അതായത് എല്ലാവരും ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, മറ്റ് ആർട്ടിസ്റ്റുകളെല്ലാം വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രസ് മീറ്റ് ഉണ്ടാകുന്നതാണ്. ഇതൊരു ജസ്റ്റ് സെക്കൻഡ് സോങ്ങിന്റെ റിലീസിങ് മാത്രമാണ്. ഇന്നിവിടെ ഞങ്ങളുടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ഇതൊരു ഔദ്യോഗികമായിട്ടാണ് ഇവിടെ വെച്ച് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു ഷോർട്ട് നോട്ടീസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. തീർച്ചയായിട്ടും വേറൊരു പ്രസ് മീറ്റ് ഉണ്ടാകും, നിങ്ങൾ എല്ലാവരും വിളിക്കും, നിങ്ങൾ വരണം എന്നുള്ള കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. താങ്ക് യു.